ആലോചനയുടെ പൂർത്തീകരണത്തിൽ എത്തിച്ചേരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ദൈവനാമത്തിന് മഹത്വം. ഈ പ്രിയ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചും നമുക്ക് ഇപ്രകാരം പറയുവാൻ കഴിയും. ഇവർ പ്രായമായി വന്നതായ സമയം മുതൽ അവർക്ക് യോഗ്യമായ ഒരു വിവാഹം നടക്കണം എന്നുള്ളതായ ആഗ്രഹത്തിൽ ചുമതലപ്പെട്ടവർ ചില നാളുകൾ കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിന്റെ ഫലമായി ഷൊർണൂർ ഇങ്ങനെ ഒരു പയ്യനുണ്ട് എന്നും അവിടെയുള്ളവർക്ക് ഇങ്ങനെ ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ട് എന്നും ഒരു അറിവ് കിട്ടിയതനുസരിച്ച് അവിടേക്കും ഇവിടേക്കും പോകുകയും വരികയും ഒരു വാക്ക് കൊടുക്കുകയും ചെയ്തു. ആ വാക്കിൻ പ്രകാരം ചില ദിവസങ്ങൾക്ക് മുൻപ് ദൈവനാമത്തിന് മഹത്വം ഇവരുടെ വിവാഹ നിശ്ചയം എൻഗേജ്മെന്റ് നടക്കുവാൻ കുറി അഡ്രസ് കൈമാറുവാൻ അന്നേ ദിവസം ഇടയാക്കി തീർത്തു. ദൈവനാമത്തിന് മഹത്വം. ഇതുപോലെ നാം ദൈവ കുടുംബത്തിൽ ജനിച്ച് ഒരു ദൈവ പൈതലായി തീർന്ന് നിന്റെ ആലോചന അനുസരിച്ച് ജീവിച്ചു കൊള്ളാം എന്ന വാക്ക് കൊടുത്തു. ആ അനുഭവത്തിൽ ഇരുന്നാൽ മാത്രം പോരാ, എൻഗേജ്മെന്റ് നടക്കണം, കുറി കൈമാറണം, അഡ്രസ് കൈമാറേണ്ടത്, ആ ആലോചനയുടെ ഒരു പൂർത്തീകരണത്തിൽ എത്തിച്ചേരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇത് എന്തിനെയാണ് വെളിപ്പെടുത്തുന്നത്? ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ നാം പരിശോധിക്കുന്നതായ സന്ദർഭത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയും. പരീശന്മാരും ശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ വണ്ണം ദൈവത്തിന്റെ ആലോചനയെ വൃഥാവാക്കി കളഞ്ഞു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ എൻഗേജ്മെന്റ് നടത്തിയതായ അനുഭവത്തെ, വിവാഹ നിശ്ചയത്തിന്റെ പൂർത്തീകരണ അനുഭവത്തിലേക്ക് എത്തിച്ചേർന്നതായ അനുഭവത്തെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പൗലോസ്ലീഹ കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം വിളിച്ചു പറയുന്നു: ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം. അങ്ങനെ വിവാഹ നിശ്ചയം ചെയ്തതായ അനുഭവത്തിൽ അന്ന് ദിവസം തീരുമാനിച്ചു, ഇന്നേ ദിവസം ഇവിടെ വെച്ച് വിവാഹം നടത്താമെന്ന്. മാത്രമല്ല, വിവാഹ നിശ്ചയം നടക്കുന്നതായ സുദിനത്തിൽ സാധാരണയായി ദേശീയ രീതി അനുസരിച്ച് പുരുഷന്റെ ഭാഗത്തുനിന്ന് സ്ത്രീയുടെ ഭാഗത്തേക്ക്, ഇല്ലായെങ്കിൽ സ്ത്രീയുടെ ഭാഗത്തുനിന്ന് പുരുഷന്റെ ഭാഗത്തേക്ക് ചിലത് കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇവിടെ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നാം അറിയുന്നില്ല. കൂടുതൽ വിവരങ്ങൾ അതൊന്നും അറിയുവാനായിട്ട് ആഗ്രഹിക്കുന്നതുമില്ല. ദൈവനാമത്തിന് മഹത്വം. വേദപുസ്തകത്തിൽ പരിശോധിക്കുമ്പോഴും അപ്രകാരമൊക്കെ ചെയ്തിട്ടുള്ളതായി തിരുവചനം വ്യക്തമായി നമ്മെ പരിശോധിക്കുമ്പോൾ പഠിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആത്മീക ജീവിതത്തോട് ചേർന്ന് ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം നടത്തപ്പെട്ടതായ ആ അനുഭവത്തിൽ, അഥവാ ദൈവിക ആലോചനയാകുന്ന മുഴുവൻ ജലസ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഒരു അഭിഷിക്ത ശുശ്രൂഷകന്റെ കൈകീഴിൽ പ്രാപിച്ചു കഴിയുമ്പോൾ ആ നാളിൽ ഞാൻ നിന്നെ ചേർത്തുകൊള്ളാം എന്നുള്ളതിന്റെ ഉറപ്പായി പുരുഷന്റെ ഭാഗത്തു നിന്ന് സ്ത്രീയുടെ ഭാഗത്തേക്ക് പരിശുദ്ധാത്മാവാകുന്ന അച്ചാരം ദാനമായി നൽകുന്നതായി കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. തന്റെ നാളിൽ, അഥവാ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തനിക്കായി കാത്തു നിൽക്കുന്ന ജനത്തെ ചേർക്കുവാൻ വെളിപ്പെടുമ്പോൾ ആ നാളിൽ തന്റെ സന്നിധിയിൽ ചേർത്തുകൊള്ളാം എന്നുള്ളതിന്റെ ഉറപ്പായി പരിശുദ്ധാത്മാവാകുന്ന അച്ചാരം അന്യഭാഷ അടയാളത്തോടുകൂടെ നമുക്ക് പ്രാപിപ്പാൻ ഇടയായി തീർന്നിട്ടുണ്ടോ? ഇല്ലായെങ്കിൽ എത്രയും പെട്ടെന്ന് കാത്തിരുന്ന് അന്യഭാഷ അടയാളത്തോടെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇന്നത്തെ ലോകത്തിന്റെ ഗതികൾ നാം ആരാഞ്ഞു നോക്കിയാൽ തന്റെ വരവ് എത്രയും സമീപമായിരിക്കുന്നു എന്ന് വ്യക്തമായി വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. സമാധാന ചർച്ചകൾ നടക്കുന്നു, സമാധാന കരാറുകളിൽ ഒപ്പുവെക്കുന്നു. രാഷ്ട്ര നേതാക്കന്മാർ അവിടേക്കും ഇവിടേക്കും പല വിധത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. പല വിധത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു. ആഭ്യന്തര പ്രയാസ പ്രശ്നങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു. പട്ടിണിയും ക്ഷാമവും ഉണ്ടാകത്തക്ക നിലയിലുള്ള അന്തരീക്ഷങ്ങൾ ഇന്ന് ലോകത്തിൽ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾ പെരുകി വന്നുകൊണ്ടിരിക്കുന്നു. വിവിധ നിലകളിലുള്ളതായ പ്രയാസ പ്രശ്നങ്ങൾ ലോകത്തിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ രാജ്യങ്ങളും ആ നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തീവ്രവാദ പ്രവർത്തകരെ നശിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തമ്മിൽ കരം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം എന്തിനെയാണ് വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നത്? അതേ, നമ്മുടെ മുൻപേ ഉള്ളതിനേക്കാൾ ഭയാനകരമായ പ്രയാസ പ്രശ്നങ്ങളൊക്കെയും അവിടെ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. സ്തോത്രം. വിവരിപ്പാൻ വളരെയധികം ഉണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല.
ചുരുക്കമായി ഇപ്രകാരം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ലോകത്തിന്റെ ഗതികൾ തന്റെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നു. താൻ വെളിപ്പെടുമ്പോൾ തന്നോടുകൂടെ ചേർത്ത് കൊള്ളപ്പെടുവാൻ തക്കവണ്ണം നാം നമ്മെ തന്നെ ഒരുങ്ങി കാത്തിരിക്കണം. അത് വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്നതായ വധൂവരന്മാരോടും വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ച ഒരു കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും, ആരെങ്കിലും വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്ന് പകൽക്കാലം എനിക്ക് ഓർപ്പിക്കാനുള്ളതായ ഒരു വാക്ക്, കർത്താവായ യേശുക്രിസ്തു തനിക്കായി കാത്തു നിൽക്കുന്ന ജനത്തെ ചേർക്കുവാൻ വീണ്ടും വരുന്നതായ കാലയളവിൽ തന്റെ സന്നിധിയിൽ നിൽപ്പാൻ, തന്നോടുകൂടെ ചേർത്ത് കൊള്ളപ്പെടുവാൻ നാം ഓരോരുത്തരും പ്രാപ്തരായി നാം നമ്മെ തന്നെ ഒരുങ്ങി കാത്തിരിക്കണം എന്നുള്ളതാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളതായ വിഷയം. ദൈവത്തിന് സ്തോത്രം. തിരുവചനം നാം വായിക്കുമ്പോൾ ഇപ്രകാരം പറയുകയാണ്, നീ വിവാഹം ചെയ്താലും ദോഷമില്ല, കന്യകയും വിവാഹം ചെയ്താൽ ദോഷമില്ല, എന്നാൽ ഇങ്ങനെയുള്ളവർക്ക് ജഡത്തിൽ കഷ്ടതയുണ്ട്. സ്തോത്രം. ഒരു പക്ഷേ വിവാഹ ശുശ്രൂഷ നടക്കുന്നതായ സന്ദർഭത്തിൽ എങ്ങനെയാണ് വിവാഹം നടക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ വന്നിരിക്കുന്നവർ ഒരു പക്ഷെ കാണപ്പെട്ടിരുന്നേക്കാം. ഇതര സമുദായങ്ങളിൽ ചില വിഭാഗങ്ങളിൽ, സ്തോത്രം, ഹൈന്ദവ വിഭാഗങ്ങളിലാണെങ്കിലും ഒരു നിലവിളക്കിനെ സാക്ഷ്യം തെളിച്ചു വെച്ചിരിക്കുന്നതായ ഒരു നിലവിളക്കിനെ സാക്ഷ്യം വെച്ചുകൊണ്ട്, അഥവാ ഒരു ദീപത്തെ സാക്ഷിയാക്കി ഹാരമണിയിക്കുക, മോതിരമിടുക, പിന്നെ താലി കെട്ടുക, ഇങ്ങനെ പുടവ കൈമാറുക, ഇങ്ങനെയൊക്കെ ഉള്ളതായ ചില ചടങ്ങുകൾ അവിടെയുണ്ട്. ചില സമുദായങ്ങളിലാണെങ്കിൽ നേരെ ആദ്യം തന്നെ ദൈവത്തിന് സ്തോത്രം, പുരുഷൻ അല്ലെങ്കിൽ മണവാളന് നേരെ പുരോഹിതൻ ഒരു കുരിശുമായിട്ടാണ് വന്നു ചേരുന്നത്. എന്നിട്ട് ഇപ്രകാരം പറയും, വാനിൽ നിന്നൊരു മകുടം കർത്തൻ കൈയാൽ മണവാളൻ ശിരസിന്മേൽ മുടി ചൂടിയിടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുരിശുമായിട്ടാണ് വന്നു ചേരുന്നത്. അതുപോലെ തന്നെ മണവാട്ടിയുടെ അടുക്കൽ ചെന്നും അതുപോലെ തന്നെ പറയുന്നതായി നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. ആദ്യം തന്നെ ഒരു കുരിശുമായിട്ടാണ് വരുന്നത്. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞേ, ഇതൊരു കുരിശാണ്. അതുകൊണ്ട് ജിൻസി കുരിശാണെന്നല്ല പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ജിൻസിയെ നല്ലതുപോലെ മനസ്സിലാക്കിയ ശേഷമായിട്ടാണ് കാര്യങ്ങൾ ഗ്രഹിച്ച ശേഷമായിട്ടാണ് കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തുവാൻ ഇടയായിട്ടുള്ളത്. അതുപോലെ തന്നെ ജിൻസിയുടെ അടുക്കൽ അല്ലെങ്കിൽ മണവാട്ടിയുടെ അടുക്കലും ഇതുപോലെ കുരിശുമായിട്ടാണ് വന്നു ചേരുന്നത്. കുരിശ് എന്തിനെയാണ് വെളിപ്പെടുത്തുന്നത്? നമുക്കറിയാം, കഷ്ടതയെ വെളിപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഇപ്പോൾ നാം വായിച്ചതായ വേദഭാഗത്ത് ഇങ്ങനെ കണ്ടത്. ദൈവത്തിന് സ്തോത്രം. കുരിശ്, അതെ, വിവാഹം കഴിച്ചാലും ദോഷമില്ല, അതെ, കന്യകയും വിവാഹം ചെയ്താൽ ദോഷമില്ല, എന്നാൽ ഇങ്ങനെയുള്ളവർക്ക് എന്തുണ്ട്? ജഡത്തിൽ കഷ്ടമുണ്ട്. ഇന്ന് കഷ്ടതകൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവനാമത്തിന്റെ മഹത്വം ഉടനെ തന്നെ ചെയ്യാറുള്ളതായ ഒരു കാര്യമാണ് വിവാഹമോചനം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹമോചനം എന്ന ഒരു വിഷയം കഴിഞ്ഞ കാലങ്ങളെക്കാൾ അധികമായി ധാരാളമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഈ കാലം, ഈ നൂറ്റാണ്ട് അല്ലെങ്കിൽ ഈ കാലങ്ങളിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളുവിൻ, തന്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത്. അടുത്തത്, ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. കഷ്ടതകൾ ഉണ്ടാകാം, കുടുംബജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടാകാം, പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാം. രണ്ടുപേരും ചേർന്ന് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി ദൈവത്തിങ്കിലേക്ക് നാം മുൻപോട്ട് പോയാൽ നിശ്ചയമായിട്ടും സമാധാനപരമായ അന്തരീക്ഷത്തിൽ സൂക്ഷിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിച്ച് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നാം പരിശോധിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് പരീക്ഷകളുണ്ട്, പരിശോധനകളുണ്ട്. എന്നാൽ ദൈവകൃപയിൽ ആശ്രയിച്ചു മുൻപോട്ട് പോയാൽ, ദൈവിക വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് മുൻപോട്ട് പോകുന്നവർക്ക്, താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാഗ്ദത്ത കിരീടം പ്രാപിപ്പാൻ കഴിയുമെന്ന് പറഞ്ഞതുപോലെ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ കഴിയും. ഫാമിലി എന്ന ഒരു വാക്ക് തന്നെ എടുത്തു കഴിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. തുടർന്ന് നാം പരിശോധിക്കുമ്പോൾ വ്യക്തമായി പല കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. ഞാൻ വിവരിച്ച് നീട്ടിക്കൊണ്ടു പോകുവാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ തന്നെയും ദൈവത്തിന് സ്തോത്രം. ആദ്യം എഫ്, അടുത്തത് എ,
എം ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. തുടർന്ന് നാം പരിശോധിക്കുമ്പോൾ ഐ എന്ന ഒരു അക്ഷരം കാണുവാൻ കഴിയും. രാജനാമത്തിൽ എഴുതുകയും രാജമോതിരം കൊണ്ട് മുദ്രയിടുകയും ചെയ്തതായ രേഖയെ ദുർബലപ്പെടുത്തുവാൻ കഴിയുന്നതല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ആ യിരെമ്യാ പ്രവചനം 31-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ പരിശോധിക്കുമ്പോൾ പിതാക്കന്മാരെ മിസ്രയീമിൽ നിന്ന് സർവശക്തനായ ദൈവം അവരെ കൊണ്ടുവരുന്നതായ നാളിൽ അവരുടെ കൈക്ക് പിടിച്ച് കൊണ്ടുവന്നു എന്ന് പഠിപ്പാൻ കഴിയുന്നു. ഇപ്പോൾ ഇവരും ദൈവത്തിന് സ്തോത്രം അധികം താമസിയാതെ അതേ ദൈവഹിതമെങ്കിൽ അവർ കൈ പിടിച്ച് വാഗ്ദത്തം ചെയ്യുവാൻ, ഉഭയസമ്മതം ചെയ്യുവാൻ തൊക്കെ പോകുകയാണ്. ദൈവനാമത്തിന്റെ മഹത്വം. അതേ രേഖമേൽ അവർ ചൊല്ലുന്നതായ വാഗ്ദത്തം വചനത്തിന്മേൽ സർവശക്തനായ ദൈവം തന്നെ മുദ്രയിട്ട് അവരെ ദൈവം തന്നെ കൂട്ടി യോജിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സ്വകീയ ഭവനം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ആ സ്വകീയ ഭവനത്തിന്റെ അവകാശികളായി തീരേണ്ടതിന് നാം ദൈവത്താൽ പ്രാപിക്കേണ്ടതായ വസ്ത്രങ്ങൾ അതതിന്റെ നിലയിൽ പ്രാപിച്ച് നാം അവിടെ ചെന്ന് ചേരുവാൻ പ്രാപ്തരായി തീരണം. അത് അവിടെ ചെന്ന് ചേർന്ന ശേഷമല്ല ഉണ്ടാക്കേണ്ടിയിരിക്കുന്നത്. സ്തോത്രം. നമ്മുടെ ഗവേഷകരായിരിക്കുന്നതായ ശൂന്യ ആകാശ യാത്രകരായിരിക്കുന്നതായ പ്രിയപ്പെട്ടവർ അടുത്ത ഗ്രഹങ്ങളിലൊക്കെ പോയി ഗവേഷണം നടത്തേണ്ടതിന് വേണ്ടി അവിടുത്തെ ആ സ്ഥലത്തിനേറ്റ നിലയിലുള്ളതായ വസ്ത്രം ഇവിടെ നിന്നേ ഉണ്ടാക്കി കാര്യങ്ങൾ ക്രമീകരിച്ച് മുൻപോട്ട് പോകാറുള്ളത് പോലെ ദൈവത്തിന് സ്തോത്രം നിത്യതയിൽ ദൈവത്തോടുകൂടെ ആ മനോഹരമായ നാട്ടിൽ വസിപ്പാൻ പ്രാപ്തരായി തീരേണ്ടതിന് അതിന് യോഗ്യമായ വസ്ത്രം ഇവിടെ വെച്ചേ നാം ഉണ്ടാക്കി നേടിയെടുക്കേണ്ടതുപോലെ നേടിയെടുത്ത് നാം ചെന്നുചേരേണ്ട സ്ഥാനത്ത് ചെന്നുചേരുന്നുവെങ്കിൽ കർത്താവിനോടുകൂടെ നിത്യാനിത്യ യുഗങ്ങൾ വസിപ്പാൻ നമുക്ക് നിശ്ചയമായിട്ടും ഇടയായിത്തീരും. ആ മനോഹരമായ സുദിനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഓരോ നാളും മുൻപോട്ട് പോകുവാൻ നമുക്ക് ആഗ്രഹിക്കാം. നമുക്ക് എല്ലാവർക്കും നമുക്ക് നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് നമുക്ക് കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കാം. നിങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റ് നിന്നാട്ടെ. നിങ്ങളും ദൈവത്തോട് ഒരു നിമിഷം പ്രാർത്ഥിപ്പിൻ. സർവശക്തനായ ദൈവം തന്നെ പ്രിയ കുഞ്ഞുങ്ങളെ കൂട്ടി യോജിപ്പിച്ച് ദൈവം തന്നെ അനുഗ്രഹിക്കണം. എന്നാൽ അതിനേക്കാൾ അധികമായി കർത്താവ് താൻ വെളിപ്പെടുമ്പോൾ തന്നോടുകൂടെ ചേർത്ത് കൊള്ളപ്പെടേണ്ടതിന് പ്രാപ്തരായി തീരുവാൻ തക്കോണം ദൈവിക ആലോചന അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ നമുക്കും ആഗ്രഹിക്കാം. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിപ്പിൻ. ആദ്യമായി നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. കർത്താവെ, കേട്ട വചനത്തിന് മുൻപാകെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ദൈവ ഇഷ്ടം ചെയ്ത് ദൈവിക ആലോചന അനുസരിച്ച് ദൈവഹിതപ്രകാരം മുൻപോട്ട് പോകുവാൻ തക്കോണം ആഗ്രഹിച്ച് ഇതാ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു തരുന്നു. സ്തോത്രം. അതെ, അവിടുത്തെ രക്തത്താൽ കഴുകി അവിടുത്തെ കൽപ്പനയാകുന്ന മുഴുവൻ ജലസ്നാനം സ്വീകരിപ്പാൻ തീരുമാനിച്ച് അതെ ദൈവിക ആലോചന പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് പരിശുദ്ധമായ ഒരു ജീവിതം നയിച്ച് മുൻപോട്ട് പോകാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എത്ര പേർക്ക് പറയുവാൻ കഴിയുന്നുണ്ട്? സ്തോത്രം. ആ ദൈവിക ആലോചന അനുസരിച്ച് പരിശുദ്ധമായ ഒരു ജീവിതം നയിച്ച് തന്റെ പരമനെ പൂർണ്ണമായി ബന്ധപ്പെടുത്തി ഒരുങ്ങുവാൻ കൊണ്ട് ആഗ്രഹിച്ച് നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കാം. മാത്രമല്ല ഈ പ്രിയ കുഞ്ഞുങ്ങളെ സർവശക്തനായ ദൈവം തന്നെ കൂട്ടി യോജിപ്പിക്കണം. നമുക്ക് ചെയ്യുവാൻ പറ്റുന്നതായ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട, ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും വിശേഷിപ്പിക്കപ്പെട്ട ഒരു അനുഭവം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. ദൈവം തന്നെ അവരെ കൂട്ടി യോജിപ്പിക്കണം. ദൈവത്താൽ അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരണം. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിച്ച് മാതാപിതാക്കന്മാർക്ക് ഒരു ആശ്വാസമായി, ദൈവസഭകൾക്ക് ഒരു അനുഗ്രഹമായി നിലനിന്ന് കർത്താവിന്റെ വരവിനെ ബന്ധപ്പെടുത്തി ഒരുങ്ങുന്ന മാതൃകാപരമായ ഒരു ജീവിതം നയിപ്പാൻ സർവശക്തനായ ദൈവം തന്നെ കൃപ കൊടുത്ത് സഹായിക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു നിമിഷം വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിപ്പേൻ ഒരു നിമിഷം. നിങ്ങളും ദൈവത്തോട് പ്രാർത്ഥിപ്പേൻ. ദൈവം തന്നെ സഹായിക്കുമാറാകേണ്ടതിന്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിൽ അദ്ദേഹം മുൻപോട്ട് പോകുവാൻ സഹായിക്കേണ്ടതിന് ആവശ്യമായിരുന്ന കൃപയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിപ്പേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ലോകം ത്യജിച്ച സിദ്ധന്മാരെല്ലാം ഉയർത്തിടുമേ. ലോകം ത്യജിച്ച സിദ്ധന്മാരെല്ലാം നോടിക്കുള്ളിൽ ഉയർത്തിടുമേ. അവർ കഴുകൻ പൊൽപ്പറന്നു പ്രിയരെ കാണാൻ ഉയരത്തിൽ ഗമിച്ചിടുമേ. അവർ കഴുകൻ പൊൽപ്പറന്നു പ്രിയരെ കാണാൻ ഉയരത്തിൽ ഗമിച്ചിടുമേ. ലോകം ത്യജിച്ച സിദ്ധന്മാരെല്ലാം നോടിക്കുള്ളിൽ ഉയർത്തിടുമേ.
സ്തോത്രം. സ്നേഹമേറിയ നിങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, സ്വർഗം അവിടുത്തെ സിംഹാസനം, ഭൂമി അവിടുത്തെ പാദപീഠമാണല്ലോ. കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളെ നിത്യവിവാഹത്തിനായി വിവാഹം ചെയ്ത് ഞങ്ങളെ കർത്താവെ കൂട്ടിച്ചേർക്കുവാൻ എത്ര വേഗത്തിൽ വെളിപ്പെടും. ആ നാളിന് മുമ്പായി ഇങ്ങനെ കർത്താവ് രണ്ട് കുടുംബത്തിൽ ജനിച്ചു വളർന്നപ്പെട്ടതായ കർത്താവെ തന്റെ കുഞ്ഞുങ്ങളെ ഏദെൻ തോട്ടത്തിൽ ആദാമെ ഏവാളെയും കൂട്ടിയോജിപ്പിച്ച ദൈവം ഇന്ന് പകൽക്കാലം ഇവരെ കൂട്ടിയോജിപ്പിക്കുവാൻ വേണ്ടി സർവമഹിമയോടെ മാത്രം ഇറങ്ങി വന്നിരിക്കുന്നതായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇവരെ യോജിപ്പിച്ച് കർത്താവിന്റെ കുടുംബത്തിൽ ഏറ്റവും അനുഗ്രഹമായി രണ്ട് കുടുംബത്തിനും സഭയ്ക്കും ദേശത്തിനും അനുഗ്രഹമായി ജീവിച്ചു കർത്താവായ യേശുവിന്റെ മണവാട്ടിയായി ഒരുങ്ങപ്പെടുവാൻ സഹായിക്കണം. ഇസ്രായേൽ ജനത്തിന് നൽകപ്പെട്ട വാഗ്ദത്തങ്ങളെല്ലാം ഇവർക്ക് നൽകപ്പെട്ട് മക്കളെയും കണ്ട് അനുഗ്രഹിക്കപ്പെടാൻ സഹായിക്കണം. ശുശ്രൂഷ ചെയ്യുവാൻ തന്നെ മകനെ ഇപ്പോൾ അധികാരപ്പെട്ട അഭിഷേകം ചെയ്യുവാനായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വരവ് നാളിനായി ഒരുക്കിയായിട്ട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആമേൻ.